हरि ओं। श्लोकम् 5 विस्फुटावयवभेदसुन्दरं त्वद्वपुःसुचिरशीलनावशाद् आश्रमं मनसि चिन्तयामहे ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. പിരിച്ചു നോക്കാം. വിസ്ഫുട അവയവ ഭേദസുന്ദരം. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വത് വപുഃ സുചിര ശീലനാവശാത്. ത്വദ്വപുഃസുചിരശീലനാവശാത്. ത്വദ്വപുഃ അതാണ് ത്വദ്വപു. ത്വത് വപുഃ ത്വദ്വപുഃസുചിരശീലനാവശാത്. അശ്രമം മനസ്സി ചിന്തയാമഹേ ധ്യാനയോഗനിരതാഃ ത്വത് ആശ്രയാഃ. ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. നിരതാഃ ത്വത് ആശ്രയാഃ. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുഃസുചിരശീലനാവശാത് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. ശ്ലോകം 5 അന്വയവും അർത്ഥവും നോക്കാം. മമ ഭവദ്ഭക്തിഃ സ്ഫീതാ ഭവതു. മമ ഭവദ്ഭക്തിഃ എനിക്ക് നിന്തിരുവടിയിലുള്ള ഭക്തി വർദ്ധിച്ചു വരേണമേ. സാ ഏവ അശേഷക്ലേശൗഘം പ്രശമയേത്. സ ഏവ അതുതന്നെ എല്ലാ സങ്കടങ്ങളെയും അശേഷക്ലേശൗഘം ആ സങ്കടങ്ങളുടെ കൂട്ടങ്ങളെയാണ് സങ്കടങ്ങൾ ക്ലേശൗഘം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഔഘം എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പം അശേഷക്ലേശൗഘം എല്ലാ സങ്കടങ്ങളെയും പ്രശമയേത് തീർത്ത് തന്നുകൊള്ളും. അപ്പം ആ ഭക്തി വർദ്ധിച്ച് കിട്ടിയാൽ സങ്കടങ്ങളെല്ലാം തീർത്തു കിട്ടും. ഹൃദി സന്ദേഹ കണിക ന ഖലുഹു. മനസ്സിൽ തെല്ലുപോലും സംശയം ഇല്ല തന്നെ. എന്നുവെച്ചാൽ അത് ആ ഭക്തി ഉണ്ടെങ്കിൽ എല്ലാ ക്ലേശങ്ങളും തീർക്കും എന്നുള്ളത് ഒട്ടും സംശയമില്ലാത്ത കാര്യം തന്നെയാണ് ഭഗവാനെ. ന ചേത് വ്യാസസ്യ ഉക്തിഃ തവ വചനം നൈകമവചഃ ച അഖിലം. ന ചേത് ഇല്ലെങ്കിൽ വ്യാസൻ്റെ വാക്കും അവിടുത്തെ വാക്കും വേദങ്ങളിലെ വാക്കും എല്ലാം രഥ്യാപുരുഷവചനപ്രായം മിഥ്യാഭവേത്. അതെന്തു പറ്റും? അപ്പോൾ എല്ലാം തെണ്ടി നടക്കുന്നവരുടെ പോലെ വാക്കുപോലെ അസത്യമാണെന്ന് വരും. അപ്പോൾ ഭഗവാനെ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളിലും ക്ലേശങ്ങളെല്ലാം തീർത്തു തരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വ്യാസം പറഞ്ഞ വാക്കും അവിടുന്ന് പറഞ്ഞ വാക്കും വേദങ്ങളിലെ വാക്കും എല്ലാം വെറും മിഥ്യയായി പോവില്ലേ? അപ്പോൾ അങ്ങനെ തന്നെ ആയിപ്പോവില്ലേ എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. ഭക്തി വർദ്ധിച്ചാൽ സകല സങ്കടങ്ങളും തീരുമെന്ന് ഭട്ടതിരിപ്പാടിന് പൂർണ്ണ വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം വ്യാസൻ്റെ ഭാഗവത വചനങ്ങളും ഭഗവാന്റെ ഗീതാവചനങ്ങളും വേദവചനങ്ങളും അതിന് പ്രസക്തി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതിന് തെളിവുകളാണത്. അപ്പം ഭട്ടതിരിപ്പാട് പറയുന്നത്, അല്ലയോ ഭഗവാനെ, എനിക്ക് സമർത്ഥമായ ഭഗവത് ഭക്തി കിട്ടണമേ. അതുമാത്രമേ എൻ്റെ എല്ലാവിധ ക്ലേശങ്ങൾക്കും അറുതി വരുത്തുകയുള്ളൂ എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. എനിക്ക് 100% ഉറപ്പാണത്. അതെന്തുകൊണ്ടെന്നാൽ ആ ഭക്തി സന്താപനാശകമായി ഭവിച്ചില്ലെങ്കിൽ വ്യാസഭഗവാനും പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും പിന്നെ അങ്ങയുടെ തന്നെ ഗീതോപദേശങ്ങളും വേദവാക്യങ്ങളും എല്ലാം ഒരു തെരുവ് പാട്ടുകൾ പോലെ നിരർത്ഥങ്ങളായി ഭവിക്കുകയില്ലേ ഭഗവാനെ? അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു ഭക്തി കിട്ടണേ ഭഗവാനെ. ആ ഭക്തി എങ്ങനെ ഉണ്ടാവണം? ഭക്തിക്കുള്ള പ്രാധാന്യമാണ് ഈ ശ്ലോകങ്ങളിൽ ഈ 3-ാമത്തെ ദശകത്തിൽ കൂടെ പറഞ്ഞു വരുന്നത്.